വിജയം തേടിയാണ് വിശ്വപൗരൻ എന്ന വിളിപ്പേരുള്ള ഡോക്ടർ ശശി തരൂർ തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇവിടുത്തെ പോരാട്ടത്തെ തരൂർ ഒട്ടും കുറച്ചു കാണുന്നില്ല. ഓരോ ചെറിയ പിഴവുകൾ പോലും കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് തരൂരിന്റെ പ്രചരണ വിശേഷങ്ങളിലേക്ക്. ജനറലി വെരി പോസിറ്റീവാണ്. ഇവിടെ കാണുന്നതൊക്കെ ജനങ്ങളുടെ സ്നേഹവും ആവേശവും ചിറിയും കൈവീശലും ഒക്കെ കാണുമ്പോൾ ഇവിടെയല്ല എല്ലാവിടെയും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ തവണ ഞങ്ങളുടെ വിജയം കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ. ഞാൻ പറയുന്നു, നിങ്ങൾക്കറിയാൻ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ശബ്ദം പാർലമെൻറ്റിലും ഡൽഹിയിലും കേൾപ്പിച്ചിട്ടുണ്ട്. ഞാൻ കേന്ദ്രമന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും സ്വാധീനിച്ചിട്ട് ഈ നാടിന് നന്മയ്ക്ക് വേണ്ടി പല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലത്തെ സേവനം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത 5 വർഷം ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ കുറച്ചൊരു അഭിമാനത്തോട് പറയാം, പല എം പിമാരും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ നാടിന് വേണ്ടിയിട്ടും ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും. അപ്പം അത് അറിയുന്ന എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. നാട്ടുകാരെ, നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിൽ നന്ദി, ആത്മാർത്ഥമായ നന്ദി. ഞാൻ നിങ്ങളുടെ വോട്ട് അഭ്യർത്ഥിക്കുന്നു. കൈപ്പത്തിയൻ എന്നെ വിജയിപ്പിക്കുക. എൻ്റെ വിജയം നമ്മൾ എല്ലാവരെയും വിജയമായി മാറി വരും. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രധാനപ്പെട്ട ഒരു വികസനമായിരുന്നു കാരോട് കഴക്കൂട്ടം ബൈപ്പാസ് നാഷണൽ ഹൈവേ ആകും. എല്ലാം കഴക്കൂട്ടം മുതൽ പാറശാല വരെ അത് തൊട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ഇവന്റായി മാറില്ലേ? അതാണ്. പക്ഷേ അത് അതിൻ്റെ ആരംഭം 2014 തിരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു. ഈ 14 മുതൽ 19 വരെ അതിൻ്റെ കെട്ടുന്നൊരു പീരീഡായിരുന്നു. അത് 90% ഈ പാതയുടെ വഴിയിലിരിക്കുന്ന എല്ലാവരും എന്നെ നല്ലപോലെ അവർക്ക് വേണ്ടി ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരെ നന്ദി എപ്പോഴും ഉണ്ടാകും. ത്രികോണ മത്സരത്തിൽ പ്രത്യേകിച്ച് ഒരു മുൻ ഗവർണറും ഒരു മുൻ മന്ത്രിയുമാണ് മത്സരിക്കുന്നത്. എൻ്റെ ഇതിൽ അവർ ശരിക്കും ഒരു തലസ്ഥാനത്തിൻ്റെ ഒരു യോഗ്യതയുള്ള ഒരു മത്സരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരേ സമയത്ത് ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നു ജനങ്ങളോട്: ആരാണ് നിങ്ങളുടെ പ്രതിനിധിയായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഡൽഹിയിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിവ് കാണിക്കുന്നത്? നമ്മളുടെ ഇവിടുത്തെ നാടിൻ്റെ മക്കളൊക്കെ ഉണ്ടാവും, പക്ഷേ ജോലി ഇവിടെയല്ല, അവിടെയാണ്. നമ്മളുടെ ഇംഗ്ലീഷും ഹിന്ദിയിലും സംസാരിക്കാനും ഉദ്യോഗസ്ഥന്മാരെ പരിചയപ്പെട്ട് കാര്യം ചെയ്തു നോക്കാനും അതിനൊക്കെയാണ് നമുക്ക് ആളെ ആവശ്യം. അതുകൊണ്ട് അതും കൂടി അവർ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, അതും കൂടി അവർ ചിന്തിക്കുമ്പോൾ മറ്റേവരുടെ കഴിവിനെ ഞാൻ എപ്പോഴും ബഹുമാനിക്കും. പക്ഷേ ഈ ജോലിക്ക് അവരാണോ പറ്റിയ സ്ഥാനാർത്ഥികൾ എൻ്റെ എതിര് എന്നാണ് ചോദ്യം. എനിക്ക് ഈ വലിയ സർവീസ് വലിയ വിശ്വാസമില്ല. ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവർ ഒരു അസംബ്ലി സെഗ്മെൻറ്റിൽ 56 പേരെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അത് എന്തൊരു എണ്ണമാണ്! നമ്മൾ 56 പേരെ എവിടെ നിന്ന് പിടിച്ചാലും ഒരു അസംബ്ലി സെഗ്മെൻറ്റിൽ 1.5 ലക്ഷം വ്യക്തികളാണ് ഉള്ളത്. ഈ 56 പേര് ഏത് വിധത്തിലാണ്, ഏത് വെറൈറ്റി, ഏത് ബാലൻസോടെയാണ് അവരിയ്ക്കുന്നത്? എങ്ങനെയായിരിക്കും അവരുടെ അഭിപ്രായങ്ങൾ? എല്ലാവരെയും ശരിക്ക് ഒരു റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ സാധിക്കുക? എനിക്ക് വലിയ സംശയമുണ്ട്. എന്തായാലും അത് പിന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങളൊന്നും എളുപ്പമായി എടുക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം സർവേസ് ഉണ്ട്. ഞങ്ങൾ അറിയുന്ന ഇൻഫർമേഷൻ ഞങ്ങളാണ് മുന്നോട്ട്. ഈ നാടിന്റെ ജനനായകൻ ഇതാ കടന്നു വരികയായി. കൈയടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ഈ നാട്ടിലെ പവിത്രരായ യുവജനങ്ങളെ നേരിക്കൊണ്ട് വോട്ടപേക്ഷിക്കുവാൻ അഭ്യർത്ഥിക്കുവാൻ ഈ നാടിന്റെ ജനകീയനായ ജനപ്രിയനായ
കേരളം മൊത്തം ഒരു ആവേശം വന്നിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് പ്രത്യേകിച്ചുണ്ട്. തിരുവനന്തപുരത്തിന് അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും എന്ന് പറയാൻ കുറച്ചും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ തൊട്ടടുത്തല്ലല്ലോ. ഇവിടുത്തെ ആൾക്കാർക്ക് വേറെ വിഷയങ്ങളാണ്. ഇവിടെ എൻ്റെ പ്രധാനപ്പെട്ട എതിരാളി BJP ആണ്. ലെഫ്റ്റിന് നല്ലപോലെ അറിയാം, ഇടതുപക്ഷർക്ക് നല്ലപോലെ അറിയാം വയനാട്ടിൽ എന്തായാലും ഒരു കോൺഗ്രസ് വിജയം തന്നെ ആയിട്ടുണ്ടാവും, രാഹുൽ ഗാന്ധി ആണെങ്കിലോ അല്ലെങ്കിലോ. അപ്പോൾ ഇതിന് വലിയൊരു വിഷയം ഉണ്ടാക്കാതെ ഒരു അഭിമാനമായി എടുക്കണം നമ്മളെല്ലാവരും. ഒരു കേരള MP ആണ് അടുത്ത പ്രധാനമന്ത്രി ആവാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി. അതിന് നന്നായൊരു കാര്യമായി കണ്ടിട്ട് അവർ മിണ്ടാണ്ട് ആ ഇലക്ഷൻ നടത്തുകയാണ് നല്ലത്. വെറുതെ വന്നിട്ട് പിന്നെ ഇതൊരു തെറ്റിയ സന്ദേശമാണെന്നൊക്കെ പറയാൻ അനാവശ്യമാണ് എൻ്റെ അഭിപ്രായം.